നമസ്കാരം. ലോകത്ത് 2020-ലുണ്ടായ 100 പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക 100 ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി 1 അജ്ഞാത വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് ചൈനയിലെ വുഹാൻ സമുദ്രോൽപ്പന്ന മാർക്കറ്റ് പൂർണ്ണമായും അടച്ചു. നടപടി വൈറസിന്റെ പ്രഭവ കേന്ദ്രം മാർക്കറ്റാണെന്ന നിഗമനത്തിൽ. ജനുവരി 3 അമേരിക്കയുടെ മിന്നലാക്രമണത്തിൽ ഇറാൻ സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപം. ആക്രമണത്തിന് ഉത്തരവിട്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പെന്റഗണിന്റെ വെളിപ്പെടുത്തൽ. ജനുവരി 7 വുഹാനിൽ പടരുന്നത് പുതിയ ഇനം വൈറസാണെന്ന് കണ്ടെത്തൽ. കൊറോണ എന്ന പേര് നൽകിയ വൈറസ് അതീവ അപകടകാരിയെന്ന് ആരോഗ്യ വിദഗ്ധർ. ജനുവരി 8 ഇറാഖിലെ 2 അമേരിക്കൻ വ്യോമതാവളങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് അൽ അസദ്, ഇർബിൽ വ്യോമതാവളങ്ങളിൽ. ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിലുള്ള പ്രതികാരമെന്ന് ഇറാൻ. കാര്യമായ നാശനഷ്ടങ്ങളില്ല എന്ന വെളിപ്പെടുത്തലുമായി അമേരിക്ക. ജനുവരി 9 ബ്രെക്സിറ്റ് കരാറിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അവതരിപ്പിച്ച പുതിയ കരാറിനെ പിന്തുണച്ചത് 330 പേർ. എതിർത്ത് വോട്ട് ചെയ്തത് 231 പേർ. ജനുവരി 10 ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ അൽ സെയ്ദ് വിടവാങ്ങി. 79 വയസ്സായിരുന്നു. ഓർമ്മയായത് പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന ഭരണകർത്താവ്. ഇദ്ദേഹം അധികാരത്തിലിരുന്നത് നീണ്ട 49.5 വർഷം. ജനുവരി 11 കൊറോണ വൈറസ് ബാധിച്ച് ചൈനയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. മരണത്തിന് കീഴടങ്ങിയത് 61കാരൻ. വൈറസ് ബാധയേറ്റത് വുഹാൻ മാർക്കറ്റിൽ നിന്നാണെന്ന് നിഗമനം. ജനുവരി 11 ടെഹ്റാനിൽ യുക്രൈൻ വിമാനം തകർന്നത് തങ്ങളുടെ മിസൈലേറ്റാണെന്ന് ഇറാന്റെ കുറ്റസമ്മതം. ശത്രു മിസൈലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമിച്ചതെന്നും വിശദീകരണം. അപകടത്തിൽ മരിച്ചത് 176 പേർ. ജനുവരി 11 തായ്വാന്റെ പ്രസിഡന്റായി സായിങ് വെൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. സായിങ് നേതൃത്വം നൽകുന്ന ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേടിയത് 57% വോട്ടുകൾ. തെരഞ്ഞെടുപ്പ് ഫലം തായ്വാൻ ചൈന ബന്ധത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വിലയിരുത്തൽ. ജനുവരി 12 ATP കപ്പ് കിരീടം സെർബിയയ്ക്ക്. ഫൈനൽ നടന്നത് നൊവാക് ജോക്കോവിച്ച് നയിച്ച സെർബിയയും റാഫേൽ നദാൽ നയിച്ച സ്പെയിനും തമ്മിൽ. ടൂർണമെന്റിൽ പങ്കെടുത്തത് 24 രാജ്യങ്ങൾ. ജനുവരി 12 ഫിലിപ്പൈൻസിൽ അഗ്നിപർവ്വത സ്ഫോടനം. പൊട്ടിത്തെറിച്ചത് തലസ്ഥാന നഗരമായ മണിലയ്ക്ക് സമീപത്തെ ലുസോൺ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന താൽ അഗ്നിപർവ്വതം. സ്ഫോടനത്തിന് പിന്നാലെ വിവിധയിടങ്ങളിൽ ഭൂചലനം. ജനുവരി 13 തായ്ലൻഡിൽ ആദ്യ കൊറോണ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തു. രോഗം സ്ഥിരീകരിച്ചത് വുഹാനിൽ നിന്നെത്തിയ 61കാരിക്ക്. ചൈനയ്ക്ക് പുറത്ത് വൈറസ് ബാധ സ്ഥിരീകരിക്കുന്ന ആദ്യ രാജ്യമായി തായ്ലാന്റ്. ജനുവരി 13 ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള പ്രിൻസ് ഹാരിയുടെയും ഭാര്യ മേഗന്റെയും തീരുമാനത്തെ പിന്തുണച്ച് എലിസബത്ത് രാജ്ഞി. പിന്തുണ അറിയിച്ചത് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ. ജനുവരി 16 തായ്ലൻഡിന് പിന്നാലെ ജപ്പാനിലും കൊറോണ വൈറസ് ബാധ. രോഗം സ്ഥിരീകരിച്ചത് വുഹാനിൽ നിന്നെത്തിയ ഹോൻഷു സ്വദേശിക്ക്. ചൈനയ്ക്ക് പുറത്ത് വൈറസ് ബാധ സ്ഥിരീകരിക്കുന്ന 2ാമത്തെ രാജ്യമായി ജപ്പാൻ. ജനുവരി 20 കൊറോണ വൈറസ് വ്യാപിക്കുന്ന പട്ടികയിലേക്ക് സൗത്ത് കൊറിയയും. വൈറസ് ബാധ സ്ഥിരീകരിച്ചത് 35കാരിയായ ചൈനീസ് യുവതിക്ക്. ജനുവരി 21 അമേരിക്കയിലും കൊറോണ വൈറസ് വ്യാപനം. ആദ്യ കേസ് സ്ഥിരീകരിച്ചത് വുഹാനിൽ നിന്ന് വാഷിംഗ്ടണിലെത്തിയ 30കാരന്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ജനുവരി 23 കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമെന്ന് കരുതുന്ന വുഹാനിൽ ലോക്ഡൌൺ. നഗരത്തിലെ 11 ദശലക്ഷത്തോളം ജനങ്ങൾക്ക് വീട്ടിൽ തുടരാൻ കർശന നിർദ്ദേശം. റെയിൽ വ്യോമഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ജനുവരി 24 തുർക്കിയിലെ എലാസിക് പ്രവിശ്യയിൽ ഭൂചലനത്തിൽ 41 മരണം. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി. 1600 പേർക്ക് പരിക്ക്. ഭൂചലനം ശക്തമായി അനുഭവപ്പെട്ടത് സിവറസ് നഗരത്തിൽ. അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി 5ഓളം തുടർചലനങ്ങൾ. ജനുവരി 26 ബാസ്കറ്റ്ബോൾ ഇതിഹാസം കോബെ ബ്രയാന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 4 പേർക്കും അന്ത്യം. ബ്രയാന്റും സംഘവും സഞ്ചരിച്ചിരുന്ന കോപ്റ്റർ കലാബസ് ഹിൽസിൽ വെച്ച് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. ജനുവരി 26 62ാമത് ഗ്രാമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഗായിക ലിസോയ്ക്ക് 3 പുരസ്കാരങ്ങൾ. അംഗീകാരം മികച്ച ട്രഡീഷണൽ R&B പെർഫോമൻസ്, മികച്ച സോളോ പെർഫോമൻസ്, മികച്ച അർബൻ കണ്ടംപററി പെർഫോമൻസ് എന്നീ വിഭാഗങ്ങളിൽ. മികച്ച നവാഗത ഗായിക, സോങ് ഓഫ് ദ ഇയർ, മികച്ച പോപ്പ് വോക്കൽ ആൽബം എന്നീ പുരസ്കാരങ്ങൾ ബില്ലി എലിഷിന്.
ജനുവരി 30 ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. പ്രഖ്യാപനം കോവിഡിന്റെ അതിവേഗ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 20-ലധികം രാജ്യങ്ങളിൽ രോഗവ്യാപനം. ഫെബ്രുവരി 4 യാത്രക്കാർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജപ്പാനിലെ യോക്കോഹാമയിൽ ഡയമണ്ട് പ്രിൻസസ് ക്രൂയിസ് ഷിപ്പ് തടഞ്ഞു. രോഗം സ്ഥിരീകരിച്ചത് 16 ഇന്ത്യക്കാരുൾപ്പെടെ 175 പേർക്ക്. ആളുകളെ കപ്പലിൽ തന്നെ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. ഫെബ്രുവരി 7 കൊറോണ വൈറസ് ബാധയേറ്റ ചൈനീസ് ഡോക്ടർ ലീ വെൻലിയാങ് മരിച്ചു. വിടവാങ്ങിയത് വൈറസ് വ്യാപനത്തെക്കുറിച്ച് ആദ്യം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ച ഡോക്ടർ. കൊറോണ വൈറസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഇദ്ദേഹത്തെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചാൽ നിയമ നടപടിയുണ്ടാകുമെന്ന് കാണിച്ച് ചൈനീസ് ഭരണകൂടം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 9 മികച്ച സിനിമയ്ക്കുള്ള ഓസ്കർ പുരസ്കാരം ദക്ഷിണ കൊറിയൻ ചിത്രം പാരസൈറ്റിന്. ചിത്രം നേടിയത് 4 പുരസ്കാരം. ജോക്കറിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം വാക്കിൻ ഫീനിക്സിന്. മികച്ച നടി റെനെ സെൽവഗർ. ഫെബ്രുവരി 11 നോവൽ കൊറോണ വൈറസ് പടർത്തുന്ന രോഗത്തിന് പേര് നൽകി ലോകാരോഗ്യ സംഘടന. COVID-19 എന്ന പുതിയ പേര് കൊറോണ വൈറസ് ഡിസീസ് എന്നതിന്റെ ചുരുക്കരൂപം. ഫെബ്രുവരി 23 ലോക പ്രശസ്ത വെനീസ് കാർണിവൽ റദ്ദാക്കി. നടപടി കോവിഡ് വ്യാപനത്തെ തുടർന്ന്. ഫ്രാൻസിന് പുറമെ ഇറ്റലിയിലും രോഗവ്യാപനം. ഫെബ്രുവരി 24 മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് രാജിവെച്ചു. രാജിക്കത്ത് കൈമാറിയത് മലേഷ്യൻ രാജാവിന്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു 95-കാരനായ മഹാതിർ. രാജിയിൽ കലാശിച്ചത് ഭരണസഖ്യത്തിൽ ഉൾപ്പെട്ട പീപ്പിൾസ് ജസ്റ്റിസ് പാർട്ടി നേതാവ് അൻവർ ഇബ്രാഹിമും പ്രധാനമന്ത്രിയും തമ്മിൽ നിലനിന്ന തർക്കം. ഫെബ്രുവരി 25 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക് വിടവാങ്ങി. 91 വയസ്സായിരുന്നു. മരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. 1981 മുതൽ 2011 വരെ 30 വർഷം അധികാരത്തിൽ തുടർന്ന മുബാറക് സ്ഥാനഭ്രഷ്ടനായത് മുല്ലപ്പൂ വിപ്ലവത്തിലൂടെ. ഫെബ്രുവരി 29 സമാധാന കരാറിൽ ഒപ്പിട്ട അമേരിക്കയും താലിബാനും. ധാരണയിലെത്തിയത് നീണ്ട ചർച്ചകൾക്കൊടുവിൽ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യം 14 മാസത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്ന് കരാർ. പകരം താലിബാൻ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് വ്യവസ്ഥ. മാർച്ച് 11 കോവിഡിനെ ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. പ്രഖ്യാപനം ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അഥാനത്തിന്റേത്. തീരുമാനം 100-ലധികം രാജ്യങ്ങളിൽ അപകടകരമായ രീതിയിൽ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ. മാർച്ച് 11 ലൈംഗിക അതിക്രമ കേസിൽ പ്രമുഖ നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റീന് ശിക്ഷ വിധിച്ച് കോടതി. ന്യൂയോർക്ക് കോടതി വിധിച്ചത് 23 വർഷത്തെ തടവ്. ലോകത്ത് മീറ്റു പ്രസ്ഥാനം കത്തിപ്പടർന്നത് വെയിൻസ്റ്റീനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതികളിലൂടെ. മാർച്ച് 13 ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ പടിയിറങ്ങി. 13-അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് വിടവാങ്ങിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ. മാർച്ച് 13 ഗ്രീസിലെ ആദ്യ വനിതാ പ്രസിഡന്റായി അധികാരമേറ്റ് കാതറീന സക്കെല്ലറോ പൗലോ. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. ഹൈക്കോടതി മുൻ ജഡ്ജിയും പരിസ്ഥിതി ഭരണഘടനാ വിദഗ്ധയുമാണ് കാതറിന. മാർച്ച് 13 അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരി പോലീസിന്റെ വെടിയേറ്റു മരിച്ചു. മെഡിക്കൽ ജീവനക്കാരിയായ ബ്രിയോണോ ടെല്ലർക്ക് വെടിയേറ്റത് ഉറങ്ങിക്കിടക്കുന്നതിനിടെ. സംഭവം വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ. മാർച്ച് 16 കോവിഡിനെതിരായ വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ചു. പരീക്ഷണം നടന്നത് വാഷിംഗ്ടൺ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. വാക്സിൻ വികസിപ്പിച്ചത് അമേരിക്കൻ ഫാർമ കമ്പനി മോഡേണ. മാർച്ച് 24 ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റിവെച്ചു. തീരുമാനം കോവിഡ് പശ്ചാത്തലത്തിൽ. തീരുമാനം ജപ്പാൻ പ്രധാനമന്ത്രിയും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി മേധാവിയും നടത്തിയ കൂടിക്കാഴ്ച. ഏപ്രിൽ 7 കോവിഡ് ബാധിതനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ ICUവിലേക്ക് മാറ്റി. രോഗം മൂർച്ഛിച്ചെന്ന് ലണ്ടനിലെ സെന്റ് തോമസ് NHS ആശുപത്രി അധികൃതർ. പ്രധാനമന്ത്രിയുടെ ചുമതല വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബിൻ. ഏപ്രിൽ 8 കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിലെ ലോക്ഡൌൺ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ പിൻവലിച്ചത് 76 ദിവസത്തിന് ശേഷം. കോവിഡ് വ്യാപനം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായെന്ന് അധികൃതർ. ഏപ്രിൽ 15 ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ആരോഗ്യം സംബന്ധിച്ച് വ്യാജ പ്രചാരണം. പ്രചരിച്ചത് ഉന്നിന് മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന വ്യാജ വാർത്ത. പ്രചാരണം ശക്തമായത് മുത്തച്ഛനും ഉത്തര കൊറിയയുടെ സ്ഥാപകനുമായ കിം ഇൽ സൂങ്ങിന്റെ ജന്മവാർഷിക ചടങ്ങിന് കിം ജോങ് ഉൻ എത്താതിരുന്നതിനെ തുടർന്ന്. ഏപ്രിൽ 15 കോവിഡ് വ്യാപനത്തിനിടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആദ്യ രാജ്യമായി ദക്ഷിണ കൊറിയ. ജയം പ്രസിഡന്റ് മൂൺ ജെയിൻ നയിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. അനുകൂലമായത് ലോക്ഡൌൺ പ്രഖ്യാപിക്കാതെ കോവിഡിനെ പ്രതിരോധിച്ച ഭരണ മികവ്.
ഏപ്രിൽ 20 ടോം ആൻഡ് ജെറി സംവിധായകൻ മെറിൽ ഡി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൺറോ എന്ന ഷോർട്ട് ഫിലിമിലൂടെ ഓസ്കർ ലഭിച്ചിരുന്നു. മെയ് 1 കാനഡയിൽ സൈനിക ഗ്രേഡിലുള്ള തോക്കുകൾ നിരോധിച്ച് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. നിയമം കർശനമാക്കിയത് ഏപ്രിൽ 18 നോവസ്കോട്ടിയിൽ 22 പേരുടെ ജീവനെടുത്ത വെടിവയ്പ്പിനെ തുടർന്ന്. നിരോധനം മിലിറ്ററി ഗ്രേഡ് തോക്കുകളുടെ മോഡലുകൾക്ക്. മെയ് 12 അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ആശുപത്രിയിലെ പ്രസവ വാർഡിൽ വെടിവെപ്പ്. ആക്രമണം കാബൂളിന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ദഷ്ടി ബർച്ചിയിൽ. നവജാത ശിശുക്കളടക്കം മരിച്ചത് 24 പേർ. മെയ് 17 ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അവസാനം. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെയും മുൻ എതിരാളി ബെന്നി ഗാറ്റ്സിന്റെയും നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റു. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് 510 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. മെയ് 22 പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനം തകർന്നു വീണ് 97 മരണം. അപകടം കറാച്ചി ജിന്ന രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം. വിമാനത്തിലുണ്ടായിരുന്നത് 91 യാത്രക്കാർ. മെയ് 25 അമേരിക്കയിലെ മിനസോട്ടയിൽ കറുത്ത വംശജനെ പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഡെറിക് ഷോവൻ എന്ന പോലീസുകാരൻ കൊലപ്പെടുത്തിയത് ജോർജ് ഫ്ലോയിഡ് എന്ന 46-കാരനെ. കൊലപാതകം $20 കള്ളനോട്ട് കൊടുത്തെന്ന പരാതി. മെയ് 27 ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയിൽ വൻ പ്രക്ഷോഭം. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്തുണ. പ്രക്ഷോഭം നേരിടാൻ സൈനികരെ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജൂൺ 29 പാകിസ്ഥാനിലെ കറാച്ചിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നേരെ ഭീകരാക്രമണം. 9 മരണം. 4-അംഗ സംഘം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ. ജൂൺ 30 ഹോങ്കോങ് സുരക്ഷാ നിയമം പാസാക്കി ചൈന. നിയമം പാസാക്കിയത് ജനാധിപത്യവാദികളുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ച്. നിയമത്തിന് ഏകകണ്ഠമായി അംഗീകാരം നൽകിയത് ചൈനയുടെ ദേശീയ അസംബ്ലിയുടെ സ്ഥിരം സമിതി. പുതിയ നിയമം വിഘടനവാദത്തെയും ഭീകരവാദത്തെയും തടയുമെന്ന് ചൈനീസ് ഭരണകൂടം. ജൂലൈ 2 അധികാരത്തിൽ തുടരാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി വോട്ടെടുപ്പിലൂടെ അംഗീകരിച്ച് ജനം. 78% ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ എതിർത്തത് 21% പേർ. 2036 വരെ പുടിന് അധികാരത്തിൽ തുടരാം. ജൂലൈ 6 ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച അമേരിക്ക. കോവിഡ് പ്രതിരോധത്തിൽ പരാജയപ്പെട്ട സംഘടനയ്ക്ക് ചൈനീസ് പക്ഷപാതമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിലിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകിയിരുന്ന ധനസഹായം അമേരിക്ക മരവിപ്പിച്ചിരുന്നു. ജൂലൈ 10 ഹഗിയ സോഫിയ മുസ്ലിം പള്ളിയായി പ്രഖ്യാപിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ. പ്രഖ്യാപനം ഹഗിയ സോഫിയ മ്യൂസിയമായി സംരക്ഷിക്കണമെന്ന 1934 സർക്കാർ തീരുമാനം ഹൈക്കോടതി അസാധുവാക്കിയതിനു പിന്നാലെ നീക്കത്തെ എതിർത്ത് രാജ്യാന്തര സമൂഹം. ജൂലൈ 15 അമേരിക്കയിൽ മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സ് ഉൾപ്പെടെയുള്ളവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. ഹാക്കിംഗ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ആവശ്യപ്പെട്ട്. ഹാക്ക് ചെയ്യപ്പെട്ടത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ, നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ, ടെസ്ല ഉടമ എലോൺ മസ്ക് എന്നിവരുടെ അക്കൗണ്ടുകൾ. ജൂലൈ 18 പടിഞ്ഞാറൻ ഫ്രഞ്ച് നഗരമായ നാൻഡസിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ തീപിടുത്തം. അപകടം 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ. ജൂലൈ 19 അമേരിക്കൻ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ ചരിത്രമുഖം ജോൺ ലൂയിസ് ഓർമ്മയായി. 80 വയസ്സായിരുന്നു. വിടവാങ്ങിയത് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിനോടൊപ്പം വിവേചനത്തിനെതിരെ പോരാടിയ ചരിത്ര പുരുഷൻ. ഓഗസ്റ്റ് 4 ലെബനോനിലെ ബെയ്റൂട്ട് തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ 180-ലേറെ മരണം. 6000-ഓളം പേർക്ക് പരിക്ക്. പൊട്ടിത്തെറിച്ചത് സുരക്ഷാ മുൻകരുതലുകളില്ലാതെ വെയർഹൌസിൽ സൂക്ഷിച്ച 2750 ടൺ അമോണിയം നൈട്രേറ്റ്. ഓഗസ്റ്റ് 10 ലെബനോൻ പ്രധാനമന്ത്രി ഹസൻ തൊയ്ബ് രാജിവെച്ചു. പടിയിറക്കം. ബെയ്റൂട്ട് സ്ഫോടനത്തിന് പിന്നാലെ രാജ്യത്ത് ജനകീയ പ്രക്ഷോഭം ശക്തമായതോടെ. ഓഗസ്റ്റ് 10 ഹോങ്കോങ്ങിലെ മാധ്യമ സ്ഥാപനത്തിന്റെ തലവൻ ജിമ്മി ലായെ അറസ്റ്റ് ചെയ്ത് ചൈനീസ് ഭരണകൂടം. അറസ്റ്റ് വിദേശ ശക്തികൾക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച്. വിവാദ രാജ്യസുരക്ഷാ നിയമത്തിന്റെ മറവിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് ലായ്. ഓഗസ്റ്റ് 11 കോവിഡ് വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യമായ റഷ്യ. സ്പുട്നിക് വാക്സിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. വാക്സിൻ വികസിപ്പിച്ചത് മോസ്കോ ഗമാലയ ഇൻസ്റ്റിറ്റ്യൂട്ടും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി. ഓഗസ്റ്റ് 20 റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിക്കെതിരെ വധശ്രമം. ചായയിൽ വിഷം കലർത്തി അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത് വിമാനത്താവളത്തിൽ വെച്ച്. അതീവ ഗുരുതരാവസ്ഥയിലായ നവൽനി ആശുപത്രി വിട്ടത് സെപ്റ്റംബർ 23.
ഓഗസ്റ്റ് 23 അമേരിക്കയിൽ വീണ്ടും കറുത്ത വംശജനു നേരെ പോലീസ് ആക്രമണം. അതിക്രമമുണ്ടായത് ജേക്കബ് ബ്ലേക്ക് ജൂനിയർ എന്ന 29-കാരന് നേരെ. സംഭവം അമേരിക്കയിലെ വിസ്കോൺസിൻ നഗരത്തിലെ കനോഷയിൽ. ഓഗസ്റ്റ് 25 ആഫ്രിക്ക പോളിയോ മുക്തമെന്ന് ലോകാരോഗ്യ സംഘടന. 4 വർഷത്തിനു മുൻപ് വടക്കൻ നൈജീരിയയിൽ രേഖപ്പെടുത്തിയ പോളിയോ കേസുകൾക്ക് ശേഷം ആഫ്രിക്കയിൽ പോളിയോ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തൽ. പ്രഖ്യാപനം 47 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ സമഗ്രമായ വിലയിരുത്തലിന് ശേഷം. ഓഗസ്റ്റ് 28 ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ രാജിവെച്ചു. അപ്രതീക്ഷിത രാജിപ്രഖ്യാപനം കുടൽ രോഗത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനു പിന്നാലെ. സ്ഥാനമൊഴിഞ്ഞത് ജപ്പാനിൽ ഏറ്റവുമധികം കാലം പ്രധാനമന്ത്രി പദം വഹിച്ച വ്യക്തി. ഓഗസ്റ്റ് 28 ബ്ലാക്ക് പാന്തർ താരം ചാഡ്വിക് ബോസ്മാൻ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന്. ക്യാപ്റ്റൻ അമേരിക്ക, സിവിൽ വാർ, ഗെറ്റ് ഓൺ അപ്പ്, അവഞ്ചേഴ്സ്, ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. സെപ്റ്റംബർ 4 ബാഴ്സലോണ വിടുന്നില്ലെന്ന് വെളിപ്പെടുത്തി ലയണൽ മെസ്സി. ഒരാഴ്ച നീണ്ട ആകാംക്ഷയ്ക്കൊടുവിൽ നിലപാട് വ്യക്തമാക്കിയത് സ്പോർട്സ് വെബ്സൈറ്റായ goal.com നൽകിയ അഭിമുഖത്തിൽ. സെപ്റ്റംബർ 8 വിഖ്യാത ചെക്ക് ചലച്ചിത്ര സംവിധായകൻ ജെറി മെൻസൽ വിടവാങ്ങി. ഓർമ്മയായത് നവതരംഗ സിനിമയുടെ ഭാഗമായിരുന്ന ചലച്ചിത്രകാരൻ. 1966 മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കർ നേടിയത് മെൻസലിന്റെ ക്ലോസ്ലി വാച്ച് ട്രെയിൻസ് എന്ന ചിത്രം. സെപ്റ്റംബർ 9 രാജ്യാന്തര ഫുട്ബോളിൽ 100 ഗോൾ പിന്നിടുന്ന രണ്ടാമത്തെ പുരുഷ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ചരിത്ര നേട്ടം യുവേഫ നേഷൻസ് ലീഗിൽ. പോർച്ചുഗൽ സ്വീഡൻ മത്സരത്തിൽ താരം നേടിയത് 2 ഗോളുകൾ. സെപ്റ്റംബർ 10 പ്രശസ്ത ബ്രിട്ടീഷ് നടി ഡയാന റിഗ് ഓർമ്മയായി. 1969 പുറത്തിറങ്ങിയ ജെയിംസ് ബോണ്ട് ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് പരമ്പരയിലെ ഒലേന ടൈറൽ എന്ന കഥാപാത്രത്തിലൂടെ പുതുതലമുറയുടെയും പ്രിയങ്കരിയായിരുന്നു. സെപ്റ്റംബർ 14 US ഓപ്പൺ പുരുഷ കിരീടം ഓസ്ട്രിയയുടെ ഡൊമിനിക് തീമിന്. താരം കരിയറിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയത് ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെ തോൽപ്പിച്ച്. സെപ്റ്റംബർ 15 സമ്പന്ന ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ ക്രിസ്ത്യാനോയെ മറികടന്ന് മെസ്സി. പ്രതിഫലവും പരസ്യ വരുമാനവും ചേർത്ത് മെസ്സി കഴിഞ്ഞ വർഷം സമ്പാദിച്ചത് 927 കോടിയിലധികം രൂപ. രണ്ടാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരുമാനം 860 കോടി. സെപ്റ്റംബർ 15 ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉറപ്പിച്ച് അറബ് രാജ്യങ്ങളായ UAEയും ബഹ്റൈനും. ചരിത്ര കരാർ ഒപ്പിട്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ. ഉടമ്പടി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ദിശാമാറ്റമുണ്ടാകുമെന്ന് വിലയിരുത്തൽ. സെപ്റ്റംബർ 16 ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് യോഷിഹിഡെ സുഗ. സ്ഥാനാരോഹണം ആരോഗ്യ കാരണങ്ങളാൽ ഷിൻസോ ആബെ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ. 71-കാരനായ യോഷിഹിഡെ സുഗെ ജപ്പാൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയത് ഷിൻസോ ആബെയുടെ വിശ്വസ്തനായി. സെപ്റ്റംബർ 19 നീതിയുടെ സ്ത്രീപക്ഷ ശബ്ദം റൂത്ത് ഗിൻസ്ബർഗ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. നീണ്ട 27 വർഷം അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജിയായി പ്രവർത്തിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന്. സെപ്റ്റംബർ 21 എബി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സീരീസായി സക്ഷനും മികച്ച കോമഡി സീരീസായി ഷിറ്റ്സ് ക്രീക്കും. യൂഫോറിയയിൽ അഭിനയത്തിന് സെൻഡേയ, സക്സഷനിൽ അഭിനയത്തിന് റെജീന കിങ്, ജെറമി സ്ട്രോങ് എന്നിവർക്കും പുരസ്കാരം. സെപ്റ്റംബർ 21 പ്രശസ്ത പർവ്വതാരോഹകൻ അംഗ്രിത ഷെർപ്പ അന്തരിച്ചു. നേപ്പാൾ സ്വദേശിയായ അംഗ്രിത 10 തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ. സെപ്റ്റംബർ 21 ബാഴ്സലോണ വിട്ട് ലൂയിസ് സുവാരസ്. കരാർ റദ്ദാക്കിയത് പുതിയ പരിശീലകൻ റോണൽഡ് കുമാറിന്റെ കീഴിൽ ഇടം കുറഞ്ഞതോടെ. ടീം വിട്ടത് ബാഴ്സയ്ക്കായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ 3ാമത്തെ താരം. സെപ്റ്റംബർ 24 ഇതിഹാസ പത്രപ്രവർത്തകൻ ഹരോൾഡ് ഇവാൻസ് ഓർമ്മയായി. വിടവാങ്ങിയത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ ബ്രിട്ടനെയും ലോകത്തെയും ഞെട്ടിച്ച മാധ്യമപ്രവർത്തകൻ. സെപ്റ്റംബർ 24 ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഡീൻ ജോൺസ് വിടവാങ്ങി. IPL കമന്ററിക്കായി മുംബൈയിലെത്തിയ ജോൺസിന്റെ അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. സെപ്റ്റംബർ 28 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നികുതി വെട്ടിപ്പാരോപണം. 15 വർഷത്തിനിടയിൽ നികുതി അടച്ചില്ലെന്ന വിവരം പുറത്തുവന്നു. 20 വർഷത്തെ നികുതി രേഖകളാണ് പുറത്തായത്. സെപ്റ്റംബർ 29 കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് സബാഹ് അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഓർമ്മയായത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഹ്യൂമാനിറ്റേറിയൻ ലീഡർ എന്നറിയപ്പെട്ട നേതാവ്. സെപ്റ്റംബർ 30 ലോകത്ത് എയ്ഡ്സ് രോഗം ഭേദമായ ആദ്യ വ്യക്തി തിമോത്തി റേ ബ്രൗൺ അന്തരിച്ചു. 2007 HIV അതിജീവിച്ചത് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ. ഒക്ടോബർ 2 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭാര്യ മെലാനിയയ്ക്ക് കോവിഡ്. വിവരം ട്രംപ് പുറത്തുവിട്ടത് ട്വിറ്ററിലൂടെ. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. ഒക്ടോബർ 5 അർമീനിയ അസർബൈജാൻ സംഘർഷം യുദ്ധസമാന സാഹചര്യത്തിലേക്ക്. സംഘർഷം അർമീനിയൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള നഗാർണോ കരോബാഖ് പ്രദേശം കേന്ദ്രീകരിച്ചു.
ഒക്ടോബർ 6 ലോക പ്രശസ്ത ഗിറ്റാറിസ്റ്റ് എഡ്വി വാൻ ഹെലൻ വിടവാങ്ങി. അന്ത്യം തൊണ്ടയിലെ അർബുദബാധയ്ക്ക് ചികിത്സയിലിരിക്കെ. ഓർമ്മയായത് അമേരിക്കയിലെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ജംപ് എന്ന ഗാനത്തിന്റെ സൃഷ്ടാവ്. ഒക്ടോബർ 9 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പദ്ധതിക്ക്. യുദ്ധങ്ങളിൽ വിശപ്പിനെ ആയുധമായി ഉപയോഗിക്കുന്നതിനെ തടയാൻ പദ്ധതി നിർണായക പങ്കുവഹിച്ചെന്ന് പുരസ്കാര സമിതി. നേട്ടത്തിൽ സന്തോഷമുണ്ടെന്ന് ഭക്ഷ്യ പദ്ധതി അധ്യക്ഷൻ ഡേവിഡ് ബീസ്റ്റെ. ഒക്ടോബർ 17 ന്യൂസിലാൻഡ് തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തി ജസീന്ത ആർഡന്റെ ലേബർ പാർട്ടി. ജയം ജൂഡിത്ത് കോളിന്റെ നാഷണൽ പാർട്ടിയെ തോൽപ്പിച്ച് രണ്ടാം ഊഴമുറപ്പിച്ചത് കോവിഡ് പ്രതിരോധത്തിലെ മികവ്. മലയാളിയായ പ്രിയങ്ക രാധാകൃഷ്ണനും ജസീന്തയുടെ രണ്ടാം മന്ത്രിസഭയിൽ. ഒക്ടോബർ 20 മതനിന്ദ ആരോപിച്ച് പാരീസിൽ അധ്യാപകനെ തലയറുത്ത് കൊന്നു. അധ്യാപകൻ സാമുൽ പാറ്റയെ കൊലപ്പെടുത്തിയത് ചെറ്റ്നിയൻ വംശജൻ ഹംസാദ് അസിമോ. പ്രതിയെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു. നവംബർ 7 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന് ജയം. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം തനിക്കെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. നവംബർ 25 ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ വിടവാങ്ങി. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. ഓർമ്മയായത് ഫുട്ബോൾ മാന്ത്രികത കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച താരം. നവംബർ 27 ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു. മൊഹസിൻ ഫഖ്ർസാദെ കൊല്ലപ്പെട്ടത് ടെഹ്റാൻ അടുത്തുവെച്ച് അജ്ഞാത സംഘം നടത്തിയ വെടിവെപ്പിൽ. കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലെന്ന് ഇറാൻ. ഡിസംബർ 2 ഫൈസർ ബയോടെക് വാക്സിന്റെ ഉപയോഗത്തിന് അനുമതി നൽകി ബ്രിട്ടൻ. ചരിത്ര തീരുമാനത്തോടെ കോവിഡ് വാക്സിനുകൾക്ക് അനുമതി നൽകുന്ന ആദ്യ രാജ്യമായി ബ്രിട്ടൻ മാറി. വാക്സിൻ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക മുൻഗണനാക്രമത്തിലെന്ന് അധികൃതർ. ഡിസംബർ 8 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉയരം പുനർനിർണയിച്ചു. പുതിയ ഉയരം 8848.86 മീറ്റർ. തീരുമാനമെടുത്തത് നേപ്പാളും ചൈനയും സംയുക്തമായി. ഡിസംബർ 8 അർജന്റീനയെ 2014 ലോക ഫൈനലിൽ എത്തിച്ച പരിശീലകൻ അലജാൻഡ്രോ സബല്ല ഓർമ്മയായി. 66 വയസ്സായിരുന്നു. 40 മത്സരങ്ങളിൽ അർജന്റീനയെ പരിശീലിപ്പിച്ച സബല്ലയ്ക്ക് കീഴിൽ ടീം തോറ്റത് വെറും 5 മത്സരങ്ങളിൽ മാത്രം. ഡിസംബർ 11 പ്രമുഖ കൊറിയൻ സംവിധായകൻ കിം കി ഡൂക്ക് വിടവാങ്ങി. അന്ത്യം കോവിഡ് ബാധയെ തുടർന്ന് യൂറോപ്യൻ രാജ്യമായ ലാറ്റ്വിയയിൽ വെച്ച്. മലയാളി സിനിമാ പ്രേമികൾക്കും പ്രിയങ്കരനായിരുന്നു. ഡിസംബർ 15 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ ജയിച്ചതായി ഇലക്ടറൽ കോളേജിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. ബൈഡൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുക 2021 ജനുവരി 20. തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ലഭിച്ചത് 306 ഇലക്ടറൽ വോട്ടുകളും ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് 232 ഇലക്ടറൽ വോട്ടുകളും. ഡിസംബർ 19 മൊഡേണയുടെ കോവിഡ് പ്രതിരോധ വാക്സിന് അടിയന്തര അനുമതി നൽകി US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അമേരിക്ക മൊഡേണ വാക്സിന് അനുമതി നൽകിയത് ഫൈസർ വാക്സിന് പിന്നാലെ. വാക്സിൻ വിതരണം ചെയ്യുക 64 സംസ്ഥാനങ്ങളിൽ. ഡിസംബർ 19 മികച്ച ഫിഫ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം പോളണ്ട് താരം റോബർട്ട് ലെവൻഡോസ്കിക്ക്. ലെവൻഡോസ്കി മറികടന്നത് അന്തിമ പട്ടികയിൽ ഒപ്പമുണ്ടായിരുന്ന ലയണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും. 13 വർഷത്തിനിടെ മെസ്സിയും റൊണാൾഡോയും അല്ലാതെ ഫിഫ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ താരമായി ലെവൻഡോസ്കി. ഡിസംബർ 21 ബ്രിട്ടനിൽ ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് വ്യാപനം റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനിലേക്കുള്ള വ്യോമഗതാഗതം റദ്ദാക്കി രാജ്യങ്ങൾ. അതിർത്തി പ്രദേശങ്ങളിൽ ട്രെയിൻ സർവീസുകളും നിർത്തി. ഡിസംബർ 28 കഴിഞ്ഞ പതിറ്റാണ്ടിലെ മികച്ച താരത്തിനുള്ള ICC പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ വിരാട് കോഹ്ലിക്ക്. ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് മികച്ച ടെസ്റ്റ് താരം. അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ റാഷിദ് ഖാനാണ് മികച്ച 2020 താരം. ഡിസംബർ 31 ബ്രെക്സിറ്റ് കഴിഞ്ഞുള്ള വ്യാപാര കരാറിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം. കരാർ ബ്രിട്ടീഷ് നിയമത്തിന്റെ ഭാഗമാക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയത് 73-നെതിരെ 523 വോട്ടുകൾക്ക്.